നല്ല സോഫ്റ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന പ്യുവർ ജോർജറ്റ് സാരീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. പ്യുവർ ജോർജറ്റില് നല്ല എംബ്രോയിഡറി വർക്ക് ആട്ടോ, തിക്ക് എംബ്രോയിഡറി വർക്കിലുള്ള ബോർഡേഴ്സ് വരും. ബോഡി ഓൾമോസ്റ്റ് എല്ലാ സാരീസിന്റെയും സിമ്പിൾ പ്ലെയിൻ ബോഡി വന്നിട്ട് നല്ല റിച്ച് ആയിട്ടുള്ള ബോർഡേഴ്സിലാണ് സാരീസ് വരുന്നത്. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. എല്ലാ സാരീസും നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. ക്ലൗഡ് ഡിസൈൻസ് ഒരു ഓൺലൈൻ സ്റ്റോർ ആണ്. വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. വെബ്സൈറ്റിന്റെ ലിങ്ക് വരുന്നത് clouddesigns.com ആണ്. ഇൻ കേസ് എന്ത് ഡൗട്ട് വന്നാലും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. 9947135468 ആണ് വാട്സാപ്പ് നമ്പർ. ഡെയിലി മോർണിംഗ് 10:30 ആണ് നമ്മൾ യൂഷ്വലി വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതേ സാരീസ് തന്നെ വെബ്സൈറ്റിൽ നമ്മൾ ആ സെയിം ടൈം തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ക്ലൗഡ് ഡിസൈൻസ് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇന്റർനാഷണൽ ഷിപ്പിംഗിന് മാത്രം എക്സ്ട്രാ കൊറിയർ ചാർജ് വരുള്ളൂ. ക്ലൗഡ് ഡിസൈൻസ് ഏത് പ്രൈസ് ആണോ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്, വെബ്സൈറ്റിൽ കാണിക്കുന്നത്, അതേ പ്രൈസിൽ തന്നെ ആയിരിക്കും സാരീസ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ കിട്ടുന്നത്. നമുക്ക് എക്സ്ട്രാ കൊറിയർ ചാർജോ ഹിഡൻ ചാർജസോ ഒന്നും തന്നെയില്ല. വീഡിയോ കണ്ടു നോക്കാം. ഇന്നത്തെ പ്യുവർ ജോർജറ്റ് ഫാബ്രിക്, പ്യുവർ ജോർജറ്റിൽ നല്ല പേസ്റ്റൽ ടോണിലാണ് എല്ലാ സാരീസും വരുന്നത്. എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് കേട്ടോ സാരിക്ക്. ഇതിന്റെ കളർ ടോൺ വരുന്നത് നല്ലൊരു ബേബി പിങ്ക് ആണ്. പേസ്റ്റൽ പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. അതിൽ നല്ലൊരു ടീൽ ബ്ലൂ ആണ്. ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. നമ്മൾ ക്ലോസർ ഷോട്ടും എടുക്കുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. ടീൽ ബ്ലൂ ആൻഡ് സിൽവർ ആ ഒരു കോമ്പിനേഷനുള്ള ഫ്ലോറൽ ത്രെഡ് എംബ്രോയിഡറി ആണ് വരുന്നത് സാരിക്ക്. ഇതിലൊരു സ്കാലപ്പ് ബോർഡറാണ് ഈ സാരിക്ക് വരുന്നത്. പക്ഷേ ഓരോ സാരിയുടെ കോമ്പിനേഷൻ സെയിം ആണെങ്കിലും ഈ എംബ്രോയിഡറി വർക്കിലൊക്കെ സ്ലൈറ്റ് വേരിയേഷൻസ് വരാം കേട്ടോ. ഡിസൈനിൽ വേരിയേഷൻസ് വരാം. ഇതിൽ ബേബി പിങ്ക് വിത്ത് ടീൽ ബ്ലൂ, ഫുൾ മുന്താണി വരുന്നതും സെയിം പാറ്റേൺ തന്നെയായിരിക്കും. ഇതിന് ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. ബ്ലൗസ് വരുന്നത് ടീൽ ബ്ലൂവിൽ തന്നെ നല്ലൊരു പാറ്റേൺ കേട്ടോ. ഫുൾ എംബ്രോയിഡറി വർക്കിലായിരിക്കും ബ്ലൗസും വരുന്നത്. ബ്ലൗസിന്റെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു പാറ്റേൺ, ഒരു നെക്ക് പാറ്റേൺ വന്നിട്ടുണ്ട്. സിൽവറിലുള്ള ഒരു നെക്ക് പാറ്റേണും അതിൽ ടീൽ ബ്ലൂവിൽ തന്നെ ആയിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് വരുമ്പോൾ പ്ലെയിൻ ആയിരിക്കും വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ട് അതെല്ലാം നമുക്ക് സെയിം ടോണിൽ തന്നെ. ഇപ്പോൾ ബേബി പിങ്ക് തന്നെ ബ്ലൗസ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് പെയർ ചെയ്യാം. വൈറ്റ് ഇതിൻ്റെ കൂടെ നല്ലതായിരിക്കും. പ്യുവർ ജോർജറ്റിലെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പേസ്റ്റൽ യെല്ലോ ആണ്. ഒരു മൈൽഡ് യെല്ലോ, ഒരു പെയിൽ യെല്ലോ, അതാണ് സാരിയുടെ കളർ കേട്ടോ. അതിലും ടീൽ ബ്ലൂ തന്നെയാണ് കോമ്പിനേഷൻ വരുന്നത്. ടീൽ ബ്ലൂ വിത്ത് സിൽവർ തന്നെയാണ് എംബ്രോയിഡറി വർക്ക് രണ്ട് സൈഡിലും വരുന്നുണ്ട്. ബോഡി വരുന്നത് പ്ലെയിൻ ആയിരിക്കും സാരി വരുന്നത്. റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കും. ഫുൾ ആ ഒരു വർക്കിൽ തന്നെ വരുന്ന ബ്ലൗസാണ് സാരിക്ക് വരുന്നത്. ടീൽ ബ്ലൂവിൽ അതേ ടോണിൽ അതേ ഷെയ്ഡിൽ തന്നെയുള്ള സിൽവറിലുള്ള നെക്ക് പാറ്റേണും വരും. ഫുൾ ബോഡിയിലും എംബ്രോയിഡറി വർക്ക് ആയിരിക്കും വരുന്നത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ വരുന്നത് അക്വാ ഗ്രീൻ ആണ്. നല്ലൊരു സീ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. കോമ്പിനേഷൻ വരുന്നത് പിങ്ക് ആണ്. ഇതായിരിക്കും ഇവിടെ സാരിയുടെ ലുക്ക് വരുന്നത്. ഇതിൽ ബോർഡർ വരുമ്പോൾ പിങ്ക് ആൻഡ് സിൽവർ തന്നെ എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിക്ക്. ഇതിപ്പോൾ ഞാൻ താഴെ ഇതിന്റെ കോൺട്രാസ്റ്റ് ബ്ലൗസ് വന്നിട്ടുണ്ട്. പിങ്കിലുള്ള ബ്ലൗസ് വന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷെയ്ഡഡ് പാർട്ട് വരുന്നത് കേട്ടോ. ഫുൾ സാരി സീ ഗ്രീനിൽ തന്നെയായിരിക്കും വരുന്നത്. സിംഗിൾ ലെയറിൽ ഇങ്ങനെയാണ് വരുന്നത്. താഴെ കണ്ടോ ഇങ്ങനെ ഒരു ബ്ലൗസ് വരുന്നുണ്ട്. ഇതിന്റെ ബ്ലൗസ് സെയിം പാറ്റേൺ തന്നെയാണ്. ഫുൾ ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ സിൽവറിൽ തന്നെയാണ് ഒരു യോക്ക് പാറ്റേണും അതിൽ എംബ്രോയിഡറി വർക്കും ആയിരിക്കും ബ്ലൗസിൽ വരും. നെക്സ്റ്റ് ജോർജറ്റ് സാരി വരുന്നത് ഷാമ്പെയിൻ പിങ്ക് ആണ്. ഇതിന്റെ കോൺട്രാസ്റ്റ് വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ ആട്ടോ പാറ്റേൺ വരുന്നത്. ഫുൾ സാരി ഈ ഒരു സ്റ്റൈലായിരിക്കും. എല്ലാ സാരീസിനും ബോഡി വരുന്നത് പ്ലെയിൻ അല്ല. ബോഡിയിൽ ഒരു സെൽഫ് ഡിസൈൻസ് വരുന്നുണ്ട്. അത് ഡിസൈൻസ് മാറി മാറി വരും ഓരോ സാരീസിനും. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനേ. കോമ്പിനേഷൻ സെയിം ആണെങ്കിലും ഡിസൈൻസ് മാറി മാറി വരും ഓരോ സാരിക്കും. ഇതിലും സിൽവർ ആൻഡ് സ്കൈ ബ്ലൂ ആണ് ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഫുൾ ബോഡിയിലും ഈ ഒരു പാറ്റേൺ തന്നെ, സ്കൈ ബ്ലൂ വിത്ത് സിൽവർ. മുന്താണി വരുന്നത് സെയിം പാറ്റേൺ തന്നെ. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് സ്കൈ ബ്ലൂ ആണ്. സ്കൈ ബ്ലൂവിലും ഫുൾ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്. ഒരു ബേബി പിങ്ക് ആൻഡ് സിൽവർ ഈ ഒരു കോമ്പിനേഷനാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് ബ്ലൗസിൽ. അടുത്ത കളർ വരുന്നത് നല്ലൊരു ഓഫ് ക്രീം ആണ് സാരിയുടെ ഷെയ്ഡ്. ഫുൾ ഓഫ് ക്രീം ആട്ടോ. ഇതൊരു ബ്ലൗസ് ആണ് ഇങ്ങനെ ഒരു ഫെയ്ഡഡ് കളറിൽ കാണുന്നത്, വേറൊരു ഷെയ്ഡ്. എല്ലാ സാരീസും അങ്ങനെയാണ് വരുന്നത്. ഓഫ് ക്രീമിലും ഒരു ലൈറ്റ് പേസ്റ്റൽ പീച്ച് ആണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. പേസ്റ്റൽ പീച്ച് ആൻഡ് സിൽവർ ആണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് രണ്ട് സൈഡിലും. ബ്ലൗസ് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. പീച്ചിൽ തന്നെ ഈ ഒരു ഡിസൈനിലായിരിക്കും വർക്ക് വരുന്നത്. യോക്കിൽ വരുമ്പോൾ സിൽവർ വരുന്നുണ്ട്. ബോഡി വരുന്നത് സെയിം ടോണിൽ തന്നെയാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും. നെക്സ്റ്റ് കളർ പീച്ചാണ് വരുന്നത്. പേസ്റ്റൽ പീച്ച് വിത്ത് സീ ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ. ഇതിലും ഫുൾ എല്ലാ സാരീസും ഒരു സെൽഫ് ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ. ബോഡി വരുന്നത് സെൽഫ് പ്രിന്റ് ആയിരിക്കും. ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട്. വർക്ക് വരുന്നതും ഈ ഒരു ഫിനിഷിലാണ്. എല്ലാ കോമ്പിനേഷൻ ഓൾമോസ്റ്റ് സെയിം ആണെങ്കിലും വർക്കിന്റെ ഡിസൈൻസ് മാറി മാറി വരും കേട്ടോ. പക്ഷെ നല്ലൊരു പ്രീമിയം ഫീലിലാണ്, ഫിനിഷിലായിരിക്കും സാരിയിൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് രണ്ട് സൈഡിലും. ഓരോ കളർ കോമ്പിനേഷനിലും ഡിസൈൻസ് മാറി വരും കേട്ടോ. ത്രെഡ് എംബ്രോയിഡറി. പല്ലു വരുന്ന സെയിം പാറ്റേൺ സീ ഗ്രീനിൽ തന്നെ ഫുൾ എംബ്രോയിഡറി വർക്കിലായിരിക്കും ബ്ലൗസ് വരുന്നത്. ഫ്ലോറൽ പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് ബ്ലൗസിൽ.
ലാവൻഡർ ഷെയ്ഡാണ്, ഒരു ലൈലാക്ക് ലാവൻഡർ ആണ് സാരിയുടെ കളർ വരുന്നത്. എല്ലാ സാരീസും പ്യുവർ ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത്. സെൽഫ് പ്രിന്റിലായിരിക്കും എല്ലാ സാരിയുടെയും ബോഡി വരുന്നത്. സിൽവർ വിത്ത് ഒരു ലൈറ്റ് പിങ്ക് ആണ് ഈ സാരിയിൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് ആ പാറ്റേണിലായിരിക്കും. വർക്കിന്റെ ഡിസൈൻ മാറും കേട്ടോ. ഓരോ സാരിയും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ള റാൻഡം വർക്കാണ് ഞാൻ കാണിക്കുന്നത്. പല്ലു വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിൽ റണ്ണിങ് മുന്താണി ആയിരിക്കും. ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് പീച്ചാണ്, ലാവൻഡർ പിങ്ക് വിത്ത് പീച്ചാണ് സാരിയുടെ കോമ്പിനേഷൻ. എംബ്രോയിഡറി വർക്കിലായിരിക്കും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് ജോർജറ്റ് സാരി വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഒരു പേസ്റ്റൽ ഗ്രീൻ, പിസ്ത ഗ്രീൻ ആണ്. ലൈറ്റ് പിസ്ത ഗ്രീനിൽ ഒരു പിങ്കിഷ് പീച്ചാണ് കോമ്പിനേഷൻ വരുന്നത് കേട്ടോ സാരിക്ക്. പിങ്കിഷ് പീച്ച് ആൻഡ് സിൽവറിലുള്ള എംബ്രോയിഡറി വർക്കാണ്. വളരെ എന്താ പറയുക, നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കോമ്പിനേഷനിലാണ് എല്ലാ സാരീസിൻ്റെയും എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബോഡിയുടെ അതേ കളറിനോട് നല്ല മേജ് ചെയ്ത് നിൽക്കുന്ന പാറ്റേണിലായിരിക്കും ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. അതേ പാറ്റേണിൽ തന്നെയുള്ള ബ്ലൗസ് മെറ്റീരിയൽ ആയിരിക്കും വരുന്നത്. ഫുൾ വർക്കിൽ തന്നെ സിൽവർ ആൻഡ് പീച്ച് ആണ് ബ്ലൗസിന്റെ സ്ലീവിൽ കോമ്പിനേഷൻ വരുന്നത്. യോക്ക് പോർഷൻ വരുമ്പോൾ സിൽവറിൽ തന്നെ ആയിരിക്കും വരുന്നത്. പീച്ചിഷ് പിങ്ക് ആണ് നെക്സ്റ്റ് സാരി വരുന്നത്. ഒരു പീച്ചും പിങ്കും കൂടി ചേർന്ന് വരുന്ന ഒരു ബ്ലെൻഡഡ് ഷെയ്ഡാണ് സാരിയുടെ ബോഡി വരുന്നത്. സെൽഫ് ഡിസൈൻസ് വരുന്നത് എല്ലാ സാരീസിന്റെയും ബോഡി വരുന്നത് സെൽഫ് പ്രിന്റിലാണ്. സീ ബ്ലൂ തന്നെ കോമ്പിനേഷൻ, സീ ബ്ലൂ വിത്ത് സിൽവർ ആണ് സാരിയിൽ വർക്ക് വരുന്നത്. എംബ്രോയിഡറി വർക്ക് വരുന്നത് സീ ബ്ലൂവിൽ തന്നെയാണ്. അതേ പാറ്റേണിൽ തന്നെയാണ് കോൺട്രാസ്റ്റ് ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. സിൽവർ ആൻഡ് സീ ബ്ലൂ കോമ്പിനേഷനാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് ബ്ലൗസിൽ. പ്യുവർ ജോർജറ്റിൽ നമ്മൾ ഇതുവരെ കണ്ടത് കോൺട്രാസ്റ്റ് ബോർഡർ ആയിരുന്നു വന്നത്. സിൽവറും ഒരു കോൺട്രാസ്റ്റ് കളറും കൂടിയുള്ള ബോർഡറിലായിരുന്നു സാരി വന്നത്. ഇനി വരുന്നത് സെൽഫ് കളറിൽ തന്നെയാണ്. ഇതിന്റെ കളർ വരുന്നത് അക്വാ ബ്ലൂ തന്നെയാണ്. അക്വാ ബ്ലൂവിലും സെയിം സെൽഫ് കളർ ത്രെഡ് എംബ്രോയിഡറി ആണ് ബോർഡർ ആയിട്ട് വരുന്നത്. സ്കാലപ്പ് ബോർഡർ ആയിരിക്കും. ഇതായിരിക്കും ഇങ്ങോട്ട് ബോർഡറിൽ വർക്ക് വരുന്നത്. ഒരു ഫ്ലോറൽ ജാൽ ഡിസൈനിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്ന സാരിക്ക്. ഈ ഒരു പാറ്റേൺ വരും. ബോഡി ഒരു സെൽഫ് ഡിസൈൻസ് വരുന്നുണ്ട്. പല്ലു വരുന്നതും സെയിം പാറ്റേൺ തന്നെ. ആ ഒരു ബോർഡറിന് തന്നെ കുറച്ചും കൂടി ഒരു വിഡ്ത്ത് കൂടിയിട്ടായിരിക്കും മുന്താണിയിൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ്. സെയിം ടോണിൽ തന്നെ എംബ്രോയിഡറി വർക്കിൽ തന്നെയായിരിക്കും ബ്ലൗസ് വരുന്നത്. ഷാമ്പൈൻ പിങ്ക് ആണ് നെക്സ്റ്റ് കളർ വീണ്ടും വരുന്നത്. ഷാമ്പൈൻ പിങ്കിൽ ഒരു ടോൺ ഡാർക്കർ ആയിട്ടാണ് ഇതിൽ ത്രെഡ് വർക്ക് വരുന്നത്, എംബ്രോയിഡറി വർക്ക് വരുന്നത് രണ്ട് സൈഡിലും. സ്കാലപ്പ് ബോർഡർ ആട്ടോ സാരിക്ക് വരുന്നത്. ഫുൾ ഒരു സെൽഫ് ഡിസൈൻസ് വരുന്നുണ്ട്. ഫ്ലോറൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ വർക്ക് തന്നെ സെയിം ആണ്. ഇതിന് മുൻപ് കാണിച്ച സാരിയുടെ തന്നെ വർക്ക് തന്നെ ഇതിനും വരുന്നത്. സ്കാലപ്പ് ബോർഡർ വന്നിട്ട് ജാൽ ഡിസൈനിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസ് ആയിരിക്കും. സെയിം ടോണിൽ തന്നെ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലായിരിക്കും ബ്ലൗസ് വരുന്നത്. വളരെ സോഫ്റ്റ് കളർ കോമ്പിനേഷനിലാണ് നെക്സ്റ്റ് പ്യുവർ ജോർജറ്റ് സാരി വരുന്നത്. ഒരു ലൈറ്റ് പെയിൽ മിൻ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ്. ഒരു ടിൻറ്റഡ് ഗ്രീൻ ആട്ടോ സാരി വരുന്നത്. അതേ കളറിൽ തന്നെയായിരിക്കും ത്രെഡ് എംബ്രോയിഡറി വരുന്നത് ബോഡിയിൽ. എല്ലാ സാരീസിൻ്റെയും ബോഡി വരുന്നത് പ്ലെയിൻ അല്ല കേട്ടോ, ഒരു സെൽഫ് പ്രിന്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ബോർഡർ വരുമ്പോൾ അതേ ടോണിൽ തന്നെ മിൻ ഗ്രീനിൽ തന്നെയാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും. അതിൽ സ്കാലപ്പ് വരുന്നുണ്ട് എഡ്ജിൽ. ഫുൾ ഈ ഒരു വിഡ്ത്തിലെ കുറച്ചും കൂടി ഒരു ബിഗർ പാറ്റേണിലായിരിക്കും മുന്താണിയിൽ എംബ്രോയിഡറി വർക്ക് വരുന്ന സാരി. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ്. സെയിം ടോണിൽ തന്നെ സെൽഫ് എംബ്രോയിഡറി വർക്കിലായിരിക്കും ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. ഇന്നത്തെ പ്യുവർ ജോർജറ്റ് സാരീസിലെ ലാസ്റ്റ് സാരിയിൽ വരുന്നത്. ഇതിന്റെ കളർ വരുന്നതും പിങ്കിഷ് പീച്ചാണ്. പിങ്കും പീച്ചും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ. സെയിം ടോണിൽ തന്നെ ആയിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത് ബോർഡറിൽ. ബോഡി വരുന്നത് സെൽഫ് ഡിസൈൻസ് വരുന്നുണ്ട്. അതിൽ ഫ്ലോറൽ ജാൻ പാറ്റേണിൽ തന്നെയാണ് എംബ്രോയിഡറി വർക്കും. അതിൽ സ്കാലപ്പ് ബോർഡറുമാണ് സാരിക്ക് വരുന്നത്. പല്ലു വരുന്നത് സെയിം പാറ്റേണിൽ തന്നെ റണ്ണിങ് മുന്താണി ഫുൾ എംബ്രോയിഡറി വർക്കിൽ വരുന്നുണ്ട്. ബ്ലൗസ് മെറ്റീരിയലും അവൈലബിൾ ആണ്. സെയിം പാറ്റേണിൽ തന്നെയാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലുള്ള ബ്ലൗസ് വരുന്നത്.